ഹലോ ഫ്രണ്ട്സ്, യു കെയിൽ ഒരു 2 വർഷം മുമ്പ് വരെ എത്തിയ ഡിപ്പെൻഡൻസ് ജോലി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബ്രെക്സിറ്റ് നടപ്പിലായതിനു ശേഷമാണ് യു കെയിലേക്ക് എത്തിയിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും യഥേഷ്ടം ജോലി ലഭിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ 2022 ഫെബ്രുവരിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് എത്തുന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ട്, ഞാൻ മറ്റുള്ള വിസിറ്റ് വിസയിലോ ബാക്കിയുള്ള വിസകളിലോ ഒന്നും വരുന്ന കാര്യമല്ല പറഞ്ഞത്, ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് ഒരു വിസയുള്ള ആളിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതിനിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയാണെങ്കിൽ പോലും അങ്ങനെ വരുന്ന ഒരു ആൾക്ക് ഇപ്പോഴ് ജോലി കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ 1-2 സുഹൃത്തുക്കൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് ഇതുപോലൊക്കെ യു കെയിൽ ഇപ്പോഴുള്ളതാണ്, ഡിപ്പെൻഡൻ്റായിട്ട് വന്നതാണ്, അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴ് ഈ ഒരു ഡേറ്റിൽ യു കെയിൽ ഇഷ്ടം പോലെ ജോലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴ് കെയറേഴ്സിനെയും അതുപോലെ തന്നെ സീനിയർ കെയറേഴ്സിനുമൊക്കെ വിസ നൽകിക്കൊണ്ട് യു കെയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു കെയിൽ ഇപ്പോഴ് ജോലിക്ക് ആളെ കിട്ടുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ബ്രെക്സിറ്റ് നടപ്പിലായതിനു ശേഷം മിക്കവാറും ഉണ്ടായിരുന്ന യൂറോപ്യൻസിൻ്റെ ഒരു നല്ല ഭാഗം അവരുടെ രാജ്യങ്ങളിലേക്ക് അവർ തിരിച്ചുപോയി. അതുകൊണ്ടാണ് ഇപ്പോഴേ കെയറേഴ്സായിട്ടും സീനിയർ കെയറേഴ്സുമായിട്ട് ധാരാളം വേക്കൻസികൾ യു കെയിലുണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കെയറിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയാലും, ഇപ്പോൾ സീനിയർ കെയർ ആയാലും, നേഴ്സായാലും, ഇനിയും വേറൊരു ജോലിക്ക് വന്നിരിക്കുന്ന, ഈവൻ ഞാൻ പറഞ്ഞതുപോലൊക്കെ തന്നെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിൽ ജോലി കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു 4-5 ജോലികളുടെ കാര്യങ്ങൾ ഇവിടെ പറയാം. നിങ്ങൾ ഈ ഒരു ജോലിക്കാണ് ഇപ്പോൾ ഇപ്പോൾ യു കെയിൽ എത്തി ഡിപ്പെൻഡൻ്റായിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ നേഴ്സായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ കെയറായിട്ട് യു കെയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വരാനുള്ള സാധ്യതകൾ എല്ലാം തന്നെയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ യു കെയിലേക്ക് വരുന്ന ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് നിങ്ങളുടെ BRP കാർഡ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷേങ്കിൽ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അത്യാവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും, ഇപ്പം ഡെലിവറി അല്ലെങ്കിൽ യൂബർ ഈറ്റ്സ് ഇതുപോലുള്ള കമ്പനികൾ ഇഷ്ടം പോലെ വേക്കൻസികൾ എല്ലായിടത്തും തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ അതിനകത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയേണ്ട, ഈവൻ നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു 2 വർഷം മുമ്പ് വന്നിരിക്കുന്ന ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 1, 2, 3 മാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചതെങ്കിൽ ഇപ്പോഴും വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് BRP കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, നിങ്ങൾ UAE നിന്ന് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈസൻസ്, നിങ്ങൾക്ക് അവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പോലെയുള്ള വലിയ കമ്പനിയിൽ നിങ്ങൾക്ക് ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഓൺലൈനിൽ കയറി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് ഒരു 3-4 മാസം ഇവിടുത്തെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. ഡിപ്പെൻഡായിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ ഒരു ട്രക്ക് ഡ്രൈവർ ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ലഭിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസികളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പനികളിലാണ്, ഫാക്ടറികളിൽ എല്ലാം തന്നെ ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട്. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 1-2 മാസം കഴിഞ്ഞ് നിങ്ങൾ ഓൺലൈനിൽ തന്നെ കയറി നിങ്ങൾ അടുത്ത് താമസിക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനികളിൽ ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രവുമല്ല, നിങ്ങളുടെ വൈഫാണോ ഹസ്ബൻഡാണോ ഫുൾ ടൈം ജോലി ചെയ്യുന്നതെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കാനും ഇപ്പോഴേ വലിയ സാധ്യതകളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടം പോലെ വേക്കൻസികളാണ്. ലിഡിൽ, അൽദി, ടെസ്കോ, മോറിസൺ ഇതുപോലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ധാരാളം വേക്കൻസികളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ തുണിക്കടകളിലാണ് പോകേണ്ടതെങ്കിൽ അവിടെ പോകാം. ഏതൊരു കടയിൽ ഇപ്പോഴും നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാലും അവിടെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനി ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ജോലി കിട്ടാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളം വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ റെഡി ആയി കഴിയുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി ജോലി ചോദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറുകൾ മിക്കവാറുള്ള സ്ഥലങ്ങളിലെല്ലാം വീക്കെൻഡുകളിൽ ഫ്രീ ആയിട്ട് പേപ്പറുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലെ ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡെലിവറി സർവീസുകളിലൊക്കെ വേക്കൻസികൾ വരും. അതിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും. പിന്നെ നിങ്ങൾക്കറിയാവുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ളത് കെയർ ഹോമുകളിലാണ്. കെയർ ഹോമുകളിൽ ഏത് കെയർ ഹോമിൽ നിങ്ങൾ താമസിക്കുന്ന അടുത്ത് എന്തായാലും ഒരു 3-4 കെയർ ഹോമുകൾ ഉണ്ടായിരിക്കും. ആ കെയർ ഹോമുകളിൽ പോയി നിങ്ങൾ ജോലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം UK എല്ലാ നഴ്സിംഗ് ഹോമുകളിലും റെസിഡൻഷ്യൽ ഹോമുകളിലും ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ UK എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് നിങ്ങളുടെ എല്ലാ പേപ്പറുകളെല്ലാം കിട്ടിയതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തുള്ള കെയർ ഹോമുകളിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അവേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ വിസ ഹോൾഡർ ജോലി ചെയ്യുന്ന അതിന് അനുസരിച്ച് നിങ്ങൾക്ക് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ള ഒരു സ്ഥലമാണ് NHS ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. NHS ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസികളെന്ന് പറഞ്ഞാൽ കെയർ അസിസ്റ്റൻസിൻ്റെ ഉണ്ട്, പോർട്ടേഴ്സിൻ്റെ ഉണ്ട്, ക്ലീനേഴ്സിൻ്റെ ഉണ്ട്, കിച്ചണിലുണ്ട്. ഇതുപോലുള്ള ഇഷ്ടം പോലെ ജോലികളാണ് NHS ഹോസ്പിറ്റലുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു കെയർ ഹോമിൽ പോയിട്ടൊരു 3-4 മാസം ജോലി ചെയ്യുകയാണ്, നിങ്ങൾ കെയറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുശേഷം UK NHS ഹോസ്പിറ്റലിൽ ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എല്ലാ NHS ഹോസ്പിറ്റലുകളിലും കെയർ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ധാരാളം വേക്കൻസികളാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു കെയർ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെയറായിട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഹോമുകളിൽ നിങ്ങൾ പോയിട്ട് ജോലി ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 3-4-5 മാസത്തെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ NHS ഹോസ്പിറ്റലിൽ പോയി ജോലി നേടാവുന്നതാണ്. പിന്നെ UK വരുന്ന ആൾക്കാരെ എക്സ് സർവീസ് അതുപോലൊക്കെ നാട്ടിലെ സെക്യൂരിറ്റി സർവീസുകളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ UK വന്നു കഴിഞ്ഞാൽ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വേക്കൻസികളാണ് സെക്യൂരിറ്റി സർവീസിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കടകളിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും നിങ്ങൾക്ക് സെക്യൂരിറ്റിയെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം തന്നെ പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഏജൻസികളുടെ ത്രൂവിൽ ഒക്കെയാണ് ആൾക്കാരെ എടുക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് നമുക്ക് പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒരു സെക്യൂരിറ്റി പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ശമ്പളത്തിൽ ജോലി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ UK വന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ആർക്കെങ്കിലും ജോലി ലഭിക്കാത്തവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള ന്യൂസ് പേപ്പറുകൾ നിങ്ങൾ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലുള്ള ഒരു ജോബ് സെൻറ്റർ പ്ലസ് കാണും, അവിടെ പോയിട്ട് നിങ്ങൾ നോക്കുക. ഇഷ്ടം പോലെ വേക്കൻസികളാണ് അവിടെ എല്ലായിടത്തും ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിലുള്ള കടകളിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുക. അവിടെ എല്ലാ കടകളുടെയും മുന്നിൽ ഇതുപോലുള്ള വേക്കൻസികൾ പേപ്പറുകളിൽ അവർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് ഹോമുകളിൽ നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കെയർ ഓഫിൽ നേഴ്സിംഗ് ഹോമുകളിലേക്ക് പോവുക. ഇപ്പോൾ ഇഷ്ടംപോലെ വേക്കൻസികളാണ് നേഴ്സിംഗ് ഹോമിലും ഹോസ്പിറ്റലിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും തന്നെ ഉള്ളത്. അതുപോലെ തന്നെ പെട്രോൾ സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. ഇനി കാറ് ക്ലീൻ ചെയ്യുന്ന കടകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ്, പക്ഷേങ്കിൽ അവിടെയും ഇഷ്ടം പോലെ വേക്കൻസികളുണ്ട്. പെട്രോൾ പമ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പെട്രോൾ സ്റ്റേഷനുകളിൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ വേക്കൻസികളാണ് UK ഡിപ്പെൻഡൻ്റായിട്ട് വരുന്ന ഒരാൾ ഒരു മാസത്തിൽ കൂടുതൽ ജോലി ഇല്ലാതെ ഇരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളത്. കാരണം 1-2 പേര് കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടു വന്നിട്ട് ജോലി കിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് ഈ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.